നമ്മുടെ ഇന്നത്തെ റെസിപ്പി ക്യാരറ്റ് പുഡിംഗ് കേക്ക് കൊണ്ട് ചെയ്തെടുക്കുന്ന ഒരു അടിപൊളി സ്വീറ്റ് ആണ്. ഭയങ്കര ടേസ്റ്റ് ആണ്, പെട്ടെന്ന് സെറ്റ് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഫസ്റ്റ് ലെയറിലേക്ക് നമുക്ക് പുഡിംഗ് കേക്ക് കൊടുക്കാം. ഞാനിവിടെ അതിഥി മാർവൽസിൻ്റെ ക്യാരറ്റ് പുഡിംഗ് കേക്കാണ് യൂസ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ്, എക്സ്ട്രാ മോയിസ്റ്റും ആണ് കേട്ടോ ഈ ഒരു കേക്ക്. അപ്പോൾ ബേസായിട്ട് നമ്മൾ ഫസ്റ്റ് ലെയർ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് ലെയറിലേക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ സെക്കൻഡ് ലെയർ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ടൈം ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമ്മൾ ടോപ്പിലെ ലെയർ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ചോക്ലേറ്റ് ലെയർ ആണ് കൊടുക്കുന്നത്. വൈറ്റ് ചോക്ലേറ്റ് എടുക്കാം. നല്ലൊരു ടേസ്റ്റ് ഒന്ന് കളറൊക്കെ കിട്ടാനായിട്ട് കുറച്ച് കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വിപ്പിംഗ് ക്രീമും കൂടി ചേർത്ത് നമുക്ക് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൊന്ന് മെൽറ്റ് ചെയ്തെടുത്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ടോപ്പിലേക്ക് നമ്മളങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഫ്രിഡ്ജിലേക്ക് തന്നെ മാറ്റി ഒരു 1-2 മണിക്കൂർ നല്ലപോലെ അങ്ങ് തണുത്ത് സെറ്റ് ആവാനായിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം ടോപ്പിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നട്ട്സും കാര്യങ്ങളൊക്കെ കൊടുത്തൊന്ന് ഗാർണിഷ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. പ്രത്യേകിച്ച് ആ ഒരു കേക്കിൻ്റെ ബേസ് വരുന്നതുകൊണ്ട് തന്നെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. മറ്റേ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്